ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. നിനക്ക് വേണമെങ്കിലേ നീ അങ്ങ് കെട്ടിക്കോ. അയ്യോ വിഷ്ണുവേട്ടാ, വിഷ്ണുവേട്ടാ, വിഷ്ണുവേട്ടാ വേണ്ട, വിഷ്ണുവേട്ടാ, വിഷ്ണുവേട്ടാ, വിഷ്ണുവേട്ടാ വേണ്ട. രോഹിത്തെ ഒളിച്ചിരിക്കാതെ വെളിയിലിറങ്ങണം. ആണുങ്ങളെ പോലെ മുന്നോട്ട് വേണം. രോഹിത്തെ എന്താടാ? എന്താണ് ഇവിടെ കിടന്നൊരു വിളി? രോഹിത്തെ, രോഹിത്തെ, രോഹിത്തെ എന്താ ഇങ്ങനെ? വാ നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. മിണ്ടരുത് നീ. ഞാൻ എന്റെ ഇഷ്ടത്തിനാ ഇവിടെ വന്നിരിക്കുന്നത്. എന്നെ ചാച്ചു നിന്നോടൊപ്പം ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ലടേ. രോഹിത്തെ, ഇറങ്ങി പോടേ ഇവിടുന്ന. രോഹിത്തെ, രോഹിത്തെ എന്നെ ഓർക്കണ്ട, നമ്മുടെ മോളെ ഓർക്കണ്ടേ രോഹിത്തെ. ഏത് മോള്? അത് ഇവന്റെ കുട്ടിയല്ലേ. എനിക്ക് കുട്ടിയില്ല, കെട്ടുകളുമില്ല. ഞാൻ അനാഥനാ, തീർത്തും സ്വതന്ത്രൻ. നീ വേണമെങ്കിൽ ഇവന്റെ കൂടെ അങ്ങ് പുറത്തോടി. രോഹിത്തെ, ശാലിനി അവിടെ അല്ലേ? ഇവനാകുമ്പോ ഇവിടെ ഒരു കൂട്ടുമാവും. അയ്യോ ചെറ്റെത്ര പറഞ്ഞ് ഇടിച്ചതിന്റെ മൂക്ക് ഞങ്ങൾ ഇടാം. വിഷ്ണുവേട്ടാ വേണ്ട. എടാ നിന്നെ ഞാൻ സ്വന്തം അനിയനെ പോലെ കണ്ടുപോയിടാ, സ്നേഹിച്ചു പോയി. അതുകൊണ്ട് മാത്രമാ നിന്നെ ഞാനിപ്പോ കൈവയ്ക്കത്തെ. അല്ല, ഇവനെങ്ങനെ ഇത് പറയാതിരിക്കുന്നെ? ഇത്രയും നാളും വളർത്തിയ കൊച്ചില്ല. വരവും പോക്കും നടപ്പും നിന്റെ കൂടെ. പിന്നെ ഇനിയിപ്പോ വേണ്ട, ഞാൻ പറയുന്നില്ല. പറയാൻ എന്റെ നാവ് പോലും നാണിക്കുന്നു. നിർത്തടി. നിനക്ക് നാണോ? ആ വാക്ക് എന്താന്ന് പോലും നിനക്കറിയോ? നീ ഇവളുടെ വാക്ക് കേട്ടിട്ടാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ എനിക്ക് പലതും മറക്കേണ്ടി വരും. എന്റെ അമ്മ എന്നേക്കാൾ സ്നേഹിച്ചത് നിന്നെയാ. എടാ അവര് മനസ്സറിഞ്ഞ് ഭക്ഷണം വിളമ്പി തന്നു നിനക്ക് തന്നെയാ. ഇതൊക്കെ ഞാൻ മറന്ന പിന്നെ നീ ഇല്ല. നീ എന്നെ എന്ത് ചെയ്യുന്ന പറയടാ? എന്ത് ചെയ്യുമെന്ന്? രോഹിത്തെ, രോഹിത്തെ വേണ്ട. പലരുടെയും ജീവിതം തകർത്തോണ്ട് നീ പോയി കളിക്കുന്ന ഈ കളിയുണ്ടല്ലോ, അത് നിന്റെ നാശത്തിനുള്ള കളിയാ. എടാ ഒന്നുമില്ലെങ്കിൽ നിന്നെ കൊല്ലാൻ ശ്രമിച്ച് കൊക്കെ തള്ളിയതല്ലേ ഇവള്, അല്ലേ? അതൊക്കെ നീ മറന്നാ? നീ ജയിലിൽ കയറിയോടാ, പക്ഷെ കൊലക്കുറ്റത്തിലല്ലോ. പക്ഷേ എന്നെ നീ ജയിലിൽ കയറ്റരുത്. അങ്ങനെ കേറാൻ വിധി ഉണ്ടെങ്കിൽ നിന്നെയും തീർത്തിട്ടേ ഞാൻ പോവും. രോഹിത്തെ കൂടുതലൊന്നും സംസാരിക്കില്ല. നീ ഇപ്പൊ ഞങ്ങളുടെ കൂടെ വാ. പോടാ, ഞാൻ വരുന്നില്ല. എനിക്ക് ഇവളെ വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, നിനക്ക് വേണമെങ്കിലേ നീ അങ്ങ് കെട്ടിക്കോ. അയ്യോ വിഷ്ണുവേട്ടാ, വിഷ്ണുവേട്ടാ, വിഷ്ണുവേട്ടാ വേണ്ട, വിഷ്ണുവേട്ടാ, വിഷ്ണുവേട്ടാ, വിഷ്ണുവേട്ടാ വേണ്ട, ഒന്നും ചെയ്യണ്ട. വിഷ്ണുവേട്ടൻ രോഹിത്തിനോട് ഇനിയൊന്നും പറയണ്ട.
അദ്ദേഹത്തിന്റെ ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ. എന്നെ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും. അതുവരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാ. നീ എന്നാ വീട്ടിൽ നിന്നിറങ്ങിയോ അന്ന് മുതല് നിന്റെ ആയുസിന്റെ മുകളിൽ കാരന്റെ വിളയാട്ടം തുടങ്ങിയിരിക്കുക. ഇവിടെ നന്നാവാൻ പറ്റുമെങ്കിൽ നന്നാവണം, അല്ലെങ്കിൽ ഒടുക്കത്തൊടുങ്ങില്ല. നീ തയ്യാറെടുത്തോ. ക്ഷമേ, നീ വാ, അവൻ വരുമ്പോ വരട്ടെ. രോഹിത്തെ, ഇറങ്ങി പോളെ. രോഹിത്തെ, എന്താ ഇത്? എനിക്ക് രോഹിത്തെ നടക്കാൻ. നടക്ക്. എന്തോന്നടേ ഇത്? ഞാൻ എത്രയോ വട്ടം അടിച്ച് ലോസ്റ്റായിട്ട് ഭൂമി ദേവിക്ക് സാഷ്ടാംഗം പ്രണമിച്ച് തറയിൽ കിടന്ന് തുടങ്ങിയിട്ടുണ്ട്. അന്നന്ന് എന്നെ എടുത്തു നോക്കാൻ ആരെയും ഞാൻ കണ്ടിട്ടില്ല. ഓരോരുത്തരുടെ സമയം. അത് ശരി. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. വെറുതെ അല്ല, ഇല്ല ചെറുക്കാൻ കുടിച്ചു പറഞ്ഞ് 4 കാലി പോലും നിൽക്കാനും ഇരിക്കാനും പറ്റാത്ത രീതിയില് ബഹളി പിടിച്ച് കിടക്കുക. ഇതാണ് അവസ്ഥ. ഞാൻ മോളെ എടുത്ത പോലെ നൈസായിട്ട് അമ്മേനെ എടുത്തില്ലേ? ചന്ദ്രബോസേ, നീ വെറുതെ ചൊറിയാൻ വരണ്ട. വന്നാ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഓടെ ഡാടാ അവിടെ നിക്കടാ. ഡാ എനിക്കറിയാം ഇങ്ങനെയൊക്കെ പറയുമ്പോ നിനക്കങ്ങ് ചൊറിയൊന്നു. ഞാനിപ്പോഴേ സർവീസിലാണെന്ന് അറിയാലോ. എടാ, സർവീസിലിരിക്കുന്ന ഒരു പോലീസ് തന്നെ തൊട്ടാ തന്നെ പ്രശ്നം. അപ്പൊ പിന്നെ അസിസ്റ്റന്റ് കമ്മീഷണർ തൊട്ടാലോ? വീട്ടിൽ കിടത്തി ഉറക്കില്ല കേരള പോലീസ്.